ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. അല്ല, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ വൃന്ദ അന്വേഷിച്ചു വന്നതാ സാർ. നിങ്ങൾ 5 പേരെ ഒരുമിച്ചാണല്ലോ കാണാറുള്ളത്. ഇന്നെന്ത് പറ്റി? വൃന്ദ മാത്രമാണല്ലോ ഇവിടെ വന്നത്. അത് പിന്നെ അവള് ACP കാണാൻ വന്നതാ സർ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ചോ? അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല സാർ. അല്ല, വൃന്ദ അവിടെ ഉണ്ടോ സാർ? അവള് അകത്ത് ACP ആയിട്ട് സംസാരിച്ചിരിക്കായിരിക്കും അല്ലേ സർ? അല്ല, ഇവിടെ അവർ രണ്ടുപേരും ഇല്ല. അല്ല, അവരെങ്ങോട്ട് പോയി? ACP സാർ വൃന്ദയും കൊണ്ട് ആരെയും താമസിക്കുന്ന സ്ഥലത്ത് പോയല്ലോ. സർ എപ്പോ പോയി? ഇപ്പൊ പോയതുള്ളൂ. അവര് മാത്രമാണോ സാർ പോയെ? സാർ എന്താ പോവാത്തെ? ഞാനും കൂടെ പോകേണ്ട യാത്രയാണത്. ഞാൻ സ്വയം പിന്മാറിയതാണ്. സാറും വൃന്ദയും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? അതിന് അവരുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. എന്നാലും അവര് തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. 2 കവിതാക്കളെ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ശല്യമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോവാത്ത. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറ് വിളിക്കും, അപ്പൊ പോയാതില്ല. ആ, നിങ്ങളവരെ കാണാതിരുന്നത് നന്നായി. അവരെന്തേ മിണ്ടിയും കേട്ടിരിക്കട്ടെ. നമ്മളെന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നേ? അവരൊരു മുന്നറിയിപ്പില്ലാതെ യാത്രയായി പോയല്ലോ. ACP വൃന്ദയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോയത് പ്രശ്നമാവുമല്ലോ. അത് പ്രശ്നവും. വൃന്ദ പ്രശ്നത്തിലാവും. ആ യാത്ര മുടക്കി വൃന്ദ ACPയുടെ കയ്യിൽ നമുക്ക് രക്ഷിക്കണ്ടേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ACP ഇങ്ങനെ ചെയ്തോളെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാരും വന്ന് വണ്ടി കയറവാ. വാ. ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അവരെ കാണാനും പറ്റിയില്ല. അവരവിടെ കാത്തു നിൽക്കായിരിക്കും. വൃന്ദ എന്തോ മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? തട്ടിക്കൊണ്ടു പോകുന്ന പോലെയല്ലേ എന്നെ കൊണ്ടുപോകുന്നത്. ഈശ്വര, ഈ യാത്ര എന്നെ കുഴപ്പത്തിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. വൃന്ദയുടെ മൂഡ് ഓഫ് മാറാൻ കുറച്ച് മ്യൂസിക് ആയാലോ? എന്താ വൃന്ദേ, തനിക്ക് മൂവി സോങ്സ് ഒന്നും കേൾക്കുന്ന ഇഷ്ടല്ലേ? മ്യൂസിക് ഇഷ്ടമാണ് സാർ. ഈ സമയത്ത് കേൾക്കുമ്പോ എന്തോ ഒരു അരോചകമായിട്ട് തോന്നുന്നു. എന്നാ പിന്നെ റൊമാൻറ്റിക് സോങ് വേണ്ട, നമുക്കല്പം കോമഡി സോങ് ആയാലോ? കുന്തം, ഇത് കോമഡി അല്ല സാർ, ട്രാജഡിയാ. താൻ കുറച്ചു നേരത്തേക്ക് ഫ്രീ മൂഡിലാവാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എപ്പോഴും കേസ് അന്വേഷണത്തെ പറ്റി മാത്രം പറഞ്ഞോണ്ടിരുന്ന തനിക്ക് ബോറടിക്കില്ലേ? വൃന്ദയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അല്ലേ? എനിക്കറിയാം. അല്ല, എന്താണെങ്കിലും അത് ധൈര്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം പറയാനുണ്ട് സർ. എന്താ? പറഞ്ഞോളൂ. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊന്ന് വിളിച്ചോട്ടെ. ഇതാണോ വലിയ അത്യാവശ്യം? കുറച്ചു നേരത്തേക്ക് ആരെയും വിളിക്കണ്ട. നമുക്ക് തനിച്ച് കുറച്ചു നേരം കിട്ടിയതല്ലേ. ഫോണിൽ സംസാരിച്ച് ആ സമയം പാഴാക്കണ്ട. സർ